വെള്ളിച്ചെല്ലും വിതറി തുള്ളി തുള്ളി ഒഴുകും. ഈ 2 ദിവസം കൂടുമ്പോഴുള്ള വണ്ടി കഴുകി നിർത്തിക്കോ ഏട്ടാ. അപാര ചൂടാണ്. കിണറിലൊന്ന് പോയി നോക്ക്. നമ്മുടെ ഈ കിണർ അങ്ങനെ പറ്റുന്ന കിണറല്ല. പിന്നെ വണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ വണ്ടിയാണെങ്കിലും എന്താണെങ്കിലും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഏട്ടന് പിന്നെ സ്റ്റേഷനിൽ നിന്ന് വരുമ്പോ ഇത് കഴിക്കൊണ്ട് വന്നാലും എന്താ കുഴപ്പം? സ്റ്റേഷനിൽ ഞാൻ വണ്ടി കഴുകാനല്ല പോണത്. അവിടെ പൈപ്പില്ല, അവിടെ ആവശ്യത്തിന് വെള്ളം ഉണ്ടല്ലോ. ഒരു പോലീസുകാരൻ സ്റ്റേഷനിൽ പോയി നിൽക്കുന്ന വണ്ടി സ്വന്തം വണ്ടി കഴുകാനാണ് പോണത്. വണ്ടി കഴുകാൻ പോലല്ല പോണത്, പക്ഷെ അവിടെ ഒരുപാട് വെള്ളം ഉണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. അല്ലെങ്കിൽ ആ കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ 50 രൂപ കൊടുത്താ പോരെ, കഴുകി തരുമല്ലോ അവര്. എവിടെ ഇത് കഴുകുന്ന സ്ഥലത്ത് 50 രൂപ? അതൊക്കെ 5 കൊല്ലം മുമ്പ്. എടീ ഇപ്പൊ 10-200 രൂപ കയ്യിൽ നിന്ന് പോകും. ഒഴിക്കാൻ വെള്ളം 200 രൂപ പോയാലും കുഴപ്പമില്ല, ഇവിടുത്തെ വെള്ളം തീരത്തില്ലല്ലോ. നീ തരുമോ? നീ തരുമോ? ഞാനെന്തിനാ തരുന്നത്? ഏട്ടനല്ലേ കൊണ്ടുനടക്കുക, ഏട്ടനല്ലേ വൃത്തിക്ക് ആവശ്യം. അതെ, അപ്പൊ ഞാൻ ചെയ്തോളാം. ഈ കിണറിലെ വെള്ളം ഒന്നും അങ്ങനെ പോകൂല. ഒന്നാമത് ഒരു വീട്ടിലെ 2 വീട്ടുകാർ ഉപയോഗിക്കണതാണ്. എത്രമാത്രം ആൾക്കാർ വെള്ളം കോരിക്കൊണ്ടിരുന്ന കിണറാണെന്ന് അറിയാമത്? അത് ഇന്ന് വരെ പറ്റിയിട്ടില്ല. അറിയാം എനിക്ക്. ഞാൻ തന്നെ ദിവസം 3 നേരമൊക്കെ മേലെ ഒഴുകും, അറിയോ, ചൂടുകൊണ്ട്. അത് നിർത്തണം. അത് വേണ്ട, വണ്ടിക്ക് മാത്രം മതി വൃത്തി, ബാക്കിയുള്ള തുടങ്ങി. മതി മതി മതി. ഇനി വെള്ളം എടുത്തോളൂ, വെള്ളം എടുത്തോളൂ, മതി. ഞാൻ തുടച്ചോളാം. ഇവിടെ ഒന്നും ഒഴിച്ചിട്ട് പോലും ഇല്ല. അതുകൊണ്ടല്ലേ ഇന്നും കൂടെ നന്നായിട്ട് കഴിക്കോ. ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് കഴിക്കാൻ മതിയേ. ശരി, ആയിക്കോട്ടെ. എല്ലാം അവിടുന്ന് പറയും പോലെ. പെട്ടെന്ന് കഴുകും. കടയിൽ പോയിട്ട് വാ, കുറച്ച് സാധനം വാങ്ങിക്കണം. 2 ദിവസം കൂടുമ്പോ സാധനം മേടിക്കാൻ പറ്റില്ല. ഒരാഴ്ചത്തേക്കുള്ള സാധനത്തിന്റെ കാര്യം പറ. എന്നെ വർത്താനം കേട്ടത് 2 ദിവസം ഞാനാണ് ഇവിടുത്തെ മൊത്തം തിന്ന് തീർക്കണേ. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് കഴിക്കുന്നില്ല, സ്റ്റേഷൻ ക്യാൻറ്റീനാണ് കഴിക്കുന്നത്. എന്ന് മുതല്? ഇന്നലെ ഒരു ദിവസമല്ലേ ഇവിടുന്ന് കഴിക്കാതെ പോയത്. അത് നേരത്തെ പോയത് കൊണ്ട്. അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇവിടുന്ന് തന്നെ കഴിക്കാൻ വന്നത്. അത് കേട്ട് മാത്രമല്ല, വേറെ 5-6 പേരുണ്ട് ഇവിടെ. ഞാൻ ഒറ്റയ്ക്കൊന്നും അല്ല തിന്നത്. അയൽവക്കക്കാർക്ക് കൂടെ കൊടുക്കണ്ട ഇവിടുന്ന് ഫുഡ്. മറ്റേ ചേട്ടനല്ലേ? ചേച്ചി, ദേ 2 പേരും ഇങ്ങോട്ട് വന്നേ. അവിടെ ഒരു ചേട്ടൻ വന്നേക്കുന്നു. പ്രതാപൻ ചേട്ടൻ. ഏത് പ്രതാപൻ? ചേച്ചിന് പണ്ട് കല്യാണം കഴിക്കാനിരുന്ന പ്രതാപൻ ചേട്ടൻ. വാ. ഞാനൊന്നുമില്ല. പിന്നെ വരാതെ ആ ചേട്ടൻ അവിടെ വന്നിരിക്കുന്നു. ഇങ്ങോട്ട് വാ. ഞാൻ വരുന്നില്ല, അമ്മ ചെല്ലും. ഞാൻ എന്തോന്ന് പറയാനാ? നീ എന്ത് കാര്യം പറ. എന്ത് കാര്യം പറയാൻ? എന്താണ് ചോദ്യര്? പിന്നെ ഞാൻ നിങ്ങളാരും പോണില്ലെങ്കിൽ ഞാനും പോണില്ല. ഞാനില്ലെന്ന് പറഞ്ഞാല് ഏട്ടനുമായിട്ട് എന്താണ്? അച്ഛൻ സുഖമായിട്ടിരിക്കുന്നു? അച്ഛൻ മരിച്ചുപോയി, കുറച്ചു കാലമായി. തങ്കം ഇവിടെ തന്നെ. ഹസ്ബൻഡും പുള്ളി രാഷ്ട്രീയത്തിലാണ്. 2 മക്കളുണ്ട്, ഒരു മോളും ഒരു മോൻ. സന്തോഷമായിട്ട് പോകും. ഫാമിലിയൊക്കെ കല്യാണം കഴിഞ്ഞു, 2 കുട്ടികളും ഉണ്ട്. ഞാൻ കുറച്ച് നാളായിട്ട് നാട്ടിലുണ്ട്. ജോലിയൊക്കെ നഷ്ടപ്പെട്ട് ഇവിടെ വന്നതിന് ശേഷം കയ്യിലുള്ളതും കുറച്ച് ലോണും ഒക്കെ എടുത്ത് ഒരു ബിസിനസ് തുടങ്ങിയിരുന്നു. അപ്പോൾ ഇപ്പോൾ ആ ബിസിനസ്സും വളരെ നഷ്ടത്തിലായി കഴിഞ്ഞപ്പോൾ ബാങ്കിൽ നിന്ന് ലോണൊക്കെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ അത് ഉടനടി തിരിച്ചടയ്ക്കണമെന്ന് പറഞ്ഞ് 2-3 നോട്ടീസൊക്കെ വന്നേ. അങ്ങനെ കുറച്ച് കാശെല്ലാം സ്വരൂപിച്ച് വെച്ചു, ഭാര്യയുടെ സ്വർണവും മറ്റുമൊക്കെ വിറ്റിട്ട്. പക്ഷേ ഇനിയും ഒരു 1.5 ലക്ഷം രൂപയോളം വേണം ഇതെല്ലാം കൂടെ അടച്ചു തീർക്കണമെങ്കിൽ. പലരോടും കടം ചോദിച്ചു, പക്ഷെ ആരും തന്നില്ല. ഞാൻ ഇങ്ങോട്ട് വന്നത് നമ്മൾ തമ്മിൽ കടം ചോദിക്കാനുള്ള ഒരു ബന്ധമൊന്നും ഇല്ലെന്നറിയാം.
എങ്കിലും ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എൻ്റെ ഓർമ്മയിൽ വന്നൊരു കാര്യമാണ്. പണ്ട് അമ്മ തങ്കത്തിനൊരു മോതിരം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മോതിരമോ അല്ലെങ്കിൽ അതിന് തുല്യമായ കുറച്ച് കാശോ കിട്ടിയിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. കനക, പെട്ടെന്ന് പറയുമ്പോൾ ഈ ഒരു തുക സംഘടിപ്പിക്കാൻ ബുദ്ധിമുട്ടാണെന്നറിയാം. എന്തായാലും കനക ഒന്ന് ആലോചിക്കുക. ഞാൻ പോയിട്ട് നാളെ വരാം. കനക, ഉപേക്ഷ വിചാരിക്കരുത്. വേറെ നിർവാഹം ഇല്ലാത്തതുകൊണ്ടാണ്. സഹായിക്കണം. എന്ത് കഷ്ടമെന്ന് പറ. എടാ നീ ദേഷ്യപ്പെടാതെ കാര്യമായിട്ട് ചോദ്യം വർഷം കാര്യം എത്ര നേരം ചോദിക്കുന്നു? അത് എവിടെയെന്ന് ചോദിക്കല്ലേ? എത്ര നേരമായിട്ട് ഞാൻ പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ. അറിഞ്ഞൂടാത്ത കാര്യം നിന്റെ കയ്യിലിട്ടുന്ന മോതിരം നിനക്ക് അറിഞ്ഞൂടെ? അതെനിക്കറിയാം. പക്ഷെ എന്റെ ഒരു ഓർമ്മയില് അത് ഞാൻ വീട്ടിൽ വെച്ചിട്ടാ പോയത്. ഓ, ഒളിച്ചോടി പോകുമ്പോ ആ നേരത്തെ ഇത് ഊരി വെക്കാൻ പോകണേ നീ. എന്റെ ഏട്ട 10-20 വർഷമായില്ലേ, ഓർമ്മയുണ്ടാവൂ? പിന്നെ അവള് ഊരി വെച്ചവർക്ക് ഓർമ്മ ഉണ്ടല്ലോ. അതെ, ഞാൻ പറയാം. ഞാൻ രാത്രി ചെന്ന് ക്ലീറ്റോനെ വിളിച്ചു. ക്ലീറ്റോ എന്റെ കൂടെ ഇറങ്ങി വന്നു. എന്നിട്ട് ഞങ്ങള് പോണ വഴിക്ക് ഞാൻ മോതിരം വെച്ചിട്ട് പോകണേ നീ. അവക്കൊന്നും വേണ്ടാന്ന് വിചാരിച്ച് കാണുമായിരിക്കും. തോന്നിയാസിയാളി ചേച്ചി ഇവിടെയാണോ വെച്ചത് അതോ അവിടെയാണോ വെച്ചത്? അവിടെയല്ല, ഇവിടെ വെച്ചേ. അങ്ങോട്ടൊന്നും ഞാൻ കയറി പോവാറൊന്നും ഉണ്ടായിരുന്നില്ല. അല്ല, വിളിക്കാൻ പോയില്ലേ, അതുകൊണ്ട് എവിടെയാണ് വെച്ചത്? അമ്മ അത് ഇവിടെ ഈ വീട്ടിൽ എവിടെയോ ഞാൻ വെച്ചത്. കൊച്ചല്ലായിരുന്നു, അതിന് ഓർമ്മ കാണത്തില്ല. ഇറങ്ങി പോകാറായിരുന്നല്ലോ നമുക്ക്. ഇപ്പൊ അതാണ് ഇപ്പൊ സംസാരിക്കും. അന്വേഷിച്ച ആള് വന്നില്ലേ? അല്ല, ഞാൻ ഇയാളെന്തിനാ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് വന്നത്? അയാളുടെ അവസ്ഥകളും കാര്യങ്ങളും അയാൾ പറഞ്ഞല്ലോ. അത് മനസ്സിലായല്ലോ നമുക്ക്. ഞങ്ങൾക്കൊന്നും ഓർമ്മ. ഒരാൾ ഗതികിട്ടുണ്ടാണോ ചോദിക്കുന്നത്? അപ്പൊ ഉണ്ടെങ്കിൽ കൊടുക്കുക. അയാളുടെ അമ്മ ഇഷ്ടപ്പെട്ട് തന്നതല്ലേ, അയാൾ തന്നൊന്നുമല്ലല്ലോ. അതെന്താടി അതങ്ങനെ പറഞ്ഞത്? അമ്മ ഞാൻ എന്താ അയാൾക്ക് നാണോ മാനവും വേണ്ടേ? ഇഷ്ടപ്പെട്ട് കൊടുത്തത് ഇപ്പൊ തിരിച്ചു ചോദിക്കാൻ വന്നിരിക്കുന്നു. ഇതൊക്കെ ഒരു മര്യാദയാണ്. ആ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു, മകനെ കെട്ടിച്ചു കൊടുക്കാനുള്ള നല്ലൊരു പെണ്ണ്. അവര് ഇഷ്ടത്തോട് കൊണ്ടൊരു മോതിരിട്ട് കൊടുക്കും. അവർക്ക് ഒരു ഇഷ്ടപ്പെട്ട ഒരു ചെറുക്കൻ്റെ കൂടെ പോയി. ചേച്ചി ഒന്ന് അവള് പോയിക്കോട്ടെ. ആ സമയത്ത് സാധനം തരണം. ചേച്ചി ഒന്ന് ക്ലീറ്റോ ചേട്ടനോട് ചോദിച്ചു നോക്കിയേ. പിന്നെ ഏടാ, ഞങ്ങളുടെ കയ്യിൽ ആകെ അന്ന് എൻ്റെ ഒരു കാശ് കൊടുക്കുകയുണ്ടായി. ആ കാശ് കൊടുക്ക ഞാൻ എടുത്തിട്ടുണ്ടായി, അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അവര് തന്നതിന് തെളിവില്ല എന്ന് പറ. അതെ, തെളിവൊന്നും ഇല്ലല്ലോ. എന്തോടി പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ല. അമ്മക്കറിയില്ലേ? അമ്മ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എനിക്ക് അത്ര ഓർമ്മയില്ല. നിന്റെ പേരിൽ ആ അമ്മ ഇട്ടുന്ന മോരെ നിനക്ക് ഓർമ്മയില്ലല്ലേ? പഠിച്ച കളിയാണെന്ന്. ഇത് ഇവളും അവനും കൂടെ ചേർന്നിട്ട് എവിടെയോ പണയം വെക്കോ പണയല്ല വിറ്റ്. ദൈവമേ, നീ എന്നാ കൊടുക്ക് നിന്റെ കയ്യിലുണ്ടെങ്കിൽ. കൊടുത്തേ പറ്റുള്ളൂ. നീ പൈസ കൊടുക്കണം, അല്ലെ ആ മോതിരം കൊടുക്കണം. ക്ലീറ്റോ ചേട്ടൻ വരുമ്പോ ചോദിക്കും. അങ്ങനെ ഒരു കാര്യത്തിനെ കുറിച്ച് തീരുമാനം അത് തന്നെ ഇപ്പൊ കൊടുക്കണമെന്ന് വെച്ചാൽ യാതൊരു വഴിയും ഇല്ല. അത് നീ എവിടെ തത്തുല്യമായിട്ട് കാര്യങ്ങൾ അയാൾ പറഞ്ഞല്ലോ. ഒന്നീ ആ മോതിരം വേണം, അല്ലെ പൈസ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പൈസ കൊടുത്താലും മതി. നിർബന്ധമായിട്ടും വേണോ? അവിടെ പോയി പറയാം. ക്ലീറ്റൊന്നും പോണ പോലെ പുറത്തോട്ട് പോയി. ആ വായി നോക്കാൻ പോയി. വിളിച്ചു പറയണ്ട. വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ വരില്ല. വേറെ എനിക്ക് ചോദിക്കണം, ഈ മോതിരം എവിടെ പോയെന്നുള്ളത്. അതൊരു കാറ്റടിച്ചാ പോണ മോതിരമായിരുന്നു. നമ്മൾ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ച് അതിന് പകരം എന്തെങ്കിലും എന്തായാലും ശരിയാവും വരട്ടെ. അവൻ കൊടുക്കുന്നൊന്നും വിചാരിക്കണ്ട, അവനെ കൊണ്ടൊക്കത്തില്ല. പിന്നെ എന്തിനു നമ്മളിങ്ങനെ നാണക്കേടിന്ന് മാനക്കേടിന്ന് മാറണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പോം വഴി കണ്ടുപിടിക്കണം. ഇപ്പൊ അമ്മ ആരുടെ കൂടെ നിൽക്കണം? എന്റെ കൂടെയാണോ അവന്റെ കൂടെയാണോ? നിങ്ങളെ SI പോയല്ലേ? ഞങ്ങളെ സമ്മേളനത്തിന് അന്ന് കിടന്ന് തിളച്ചപ്പോഴേ ഞാൻ കരുതി കൂട്ടി വെച്ചിരുന്നതാണ്. ഒക്കെ കളഞ്ഞതാണ്. ഇനി പുതിയ വരണ ആൾ നമ്മളെ വേണ്ടപ്പെട്ട ആളാണ്. നിന്റെ കളിയൊന്നും നടക്കൂല കേട്ടാ. ഇത് കടതല് കുത്തിയേക്കണം നിന്റെ മുഖത്ത്. എനിക്ക് നിന്റെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം. പറഞ്ഞു, ഞാൻ സീരിയസ് ആണ്. ഒരു 10-20 കൊല്ലം മുമ്പുള്ള കാര്യമാണ്. 20 കൊല്ലം മുമ്പ് നിന്റെ പെങ്ങളെ ഞാൻ അടിച്ചോണ്ട് പോയി, അതല്ലേ നീ പറയാൻ പറഞ്ഞ? അത് കഴിഞ്ഞില്ലടേ, ഇനിയും നീ അത് ഓതിക്കൊണ്ട് നടക്കണം. ഞാനത് മറന്ന്. പക്ഷെ അന്ന് നാണം കെട്ടൊരു മനുഷ്യനുണ്ടായിരുന്നു. എവളെ ഇഷ്ടപ്പെട്ടിട്ട് ഒരു മോതിരം കയ്യിലിട്ടെടുത്ത ഒരാൾ, ഒരു പ്രതാപൻ. ആളിവിടെ നിന്ന് രാവിലെ വന്നിരുന്നു. അവൻ ഇവിടെ വന്ന് അയാളുടെ അമ്മയ്ക്ക് തങ്കത്തിന് ഇഷ്ടമായിട്ട് തങ്കത്തിന്റെ കയ്യിൽ ഒരു മോതിരം ഇട്ട് കൊടുത്തായിരുന്നു.
ആ മോതിരം തിരിച്ചു മേടിക്കാൻ അയാളൊന്ന്. തിരിച്ചു മേടിക്കും. അയാളുടെ പെണ്ണല്ലല്ലോ, പിന്നെ ഇതിന് അയാളുടെ അമ്മയുടെ മോതിരം അയാളുടെ കിടക്കേണ്ട കാര്യം? മോതിരം അത് തങ്കത്തിനടുത്ത് ചോദിക്കണം. തങ്ങളുടെ ചോദിച്ചു. ആ, നിനക്കല്ലേ അറിയാവൂ? എനിക്കറിയാം. ആ, അതിന് മോതിരം ഇട്ടെന്ന് എൻ്റെ കയ്യിലല്ല, തങ്കത്തിൻ്റെ കയ്യിലാണ് ഇട്ട് കൊടുത്തത്. അവളെ കൊണ്ടുപോയി നീ അല്ലായിരുന്ന? ഞാൻ കൊണ്ടുപോകുമ്പോൾ അവളേലും മാലയും മോതിരം മോളയും കമ്മലും ഒന്നും ഇല്ലായിരുന്നു. ഒരു കുടുക്ക മാത്രമാണ് ഉണ്ടായിരുന്നത്. അല്ലാതെ മറ്റേ 100 രൂപ ഇട്ടുകൊണ്ടല്ലേ ഞാൻ കൊണ്ടുപോയത്. എന്നിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞായിരുന്ന? കൊണ്ടുപോയാലും അവളെ ഇറങ്ങി വന്നതല്ലേ. നീ എന്തോ നിങ്ങൾ ആ മോതിരം എന്ത് ചെയ്ത്? ഞാൻ ഒഴുകി. നിനക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടാണ്? എനിക്കല്ല കുഴപ്പം, നിനക്കാണ് കുഴപ്പം. ഇവിടെ ഇതെന്തോന്നു ഇത്? 10-20 കൊല്ലം മുമ്പ് ചത്ത ഒരാളെ ഇപ്പൊ കൊലപാതകം എന്ന് പറഞ്ഞ് അത് ഞാൻ കൊന്നതെന്ന് പറഞ്ഞ് നീ വന്ന് ഇതൊക്കെ എവിടത്തെ ന്യായം? തെറ്റ് ചെയ്ത് എന്നാൽ എത്ര വർഷം കഴിഞ്ഞാൽ ആര് തെറ്റ് ചെയ്ത്? നിനക്കത് കുഴപ്പമുണ്ടാവും? മോതിരം നിന്റെ കൂടെ അവൾ ഇറങ്ങി വന്നത് എന്റെ കൂടെ അറിയൂ. കർത്താവെ, ഇടിവെട്ടിയോണ്ട് തലയിൽ ഇത് പാമ്പ് കൂടെ കടിച്ചെന്ന് പറഞ്ഞ അവസ്ഥയായി. ഒന്നാമത് അവളെ കെട്ടിയിടുന്നതേ എന്റെ കഷ്ടകാലം. നീ സംസാരിപ്പിക്കണല്ലേ, പിന്നെ അല്ലാതെ പിന്നെ എന്തോന്ന്? ഈ കണ്ട മോതിരം ഞാൻ എടുത്തു 20 വർഷം മുമ്പുള്ള മോതിരം ഇപ്പൊ ഞാൻ എവിടെ? ഞാൻ അവളോട് ചോദിച്ചു, അവൾക്ക് പറഞ്ഞു അവൾക്ക് അറിയില്ലെന്ന് പറഞ്ഞു. ആ, അവർക്ക് അറിഞ്ഞു, അതുപോലെ തന്നെ എനിക്ക് പറഞ്ഞു. നീ പുട്ടടിച്ചാണോ അതെടുത്തത്? ഞാൻ പുട്ടടിച്ചാലാണ്, ഞാൻ പഴം അടിച്ചു. നീ സമ്പാദിച്ചിട്ടുണ്ടാ? എന്തെങ്കിലും കാര്യം നേടിയിട്ടുണ്ടാ? നിന്റെ പേരിന് എന്തെങ്കിലും ഉണ്ടാ? ദൈവമേ, ഞാൻ പറഞ്ഞില്ല അത് ഞങ്ങൾ എടുത്തിട്ടില്ല. അയാൾ നാളെ വരുമ്പോ ഞാൻ എന്ത് പറഞ്ഞു പറയുന്നത്? വരുമ്പോ നീ ഒരു കാര്യം ചെയ്യാം, ആ പടം കാണിച്ചു. അതിൽ പടമായിട്ടിരിക്കുന്ന മുത്തുരാമ മാമ ഉണ്ടല്ലോ, നിന്റെ അച്ഛൻ, അങ്ങനെ എടുത്ത് ചോദിക്കാം. ഇത് കഷ്ടമെന്ന് പറയാമല്ലോ. രണ്ടും കൂടെ കിടന്നു ഫോൺ എടുത്ത് ഗിരിരാജനെ ഒന്ന് വിളിക്കുക. അവൻ വരട്ടെ, അവൻ എന്തെങ്കിലും അറിയായിരിക്കും. അപ്പൊ അറിയാലോ. ആ, ഗിരിരാജ അവൻ തന്നെയാണ്. അത്യാവശ്യം തെറ്റില്ലാത്തൊരു ഫാമിലിയാണല്ലോ, പിന്നെ എങ്ങനെ അവർക്ക് ഇപ്പൊ കാശിന് എത്ര ബുദ്ധിമുട്ട് വന്നു? മനുഷ്യന്റെ കാര്യമല്ലേ മാവ, ആർക്കെപ്പ എന്താ വരുന്നത് ആർക്കറിയാം? അയ്യോ, ആ കല്യാണം നടക്കാത്തതിലൊക്കെ കൂടെ എന്ത് സങ്കടമായിരുന്നു. പാവം കുത്തോളം എടുത്തപ്പോ. അതല്ലല്ലോ ഇവിടുത്തെ കാര്യം. ഞാൻ നാളെ അയാൾ വരുമ്പോ എന്ത് പറയണമെന്ന് പറഞ്ഞാൽ മതി. അല്ല, 30,000 ഉറുപ്പിക ഉണ്ട്, നാളെ വന്ന കൊടുത്തോ. ഞാനന്ന് 20 കൊല്ലം മുമ്പ് ആ മോതിരം വെക്കുമ്പോ എനിക്ക് കിട്ടിയത് വെറും 3,400 ഉറുപ്പിക. എങ്ങനെ ഒന്നുകൂടെ ഉറക്കെ പറ, ഒന്നുകൂടെ അവന്റെ മുഖത്തോക്കി പറ. ആ മോതിരം പറഞ്ഞു കൊടുക്ക്. ആ മോതിരം എന്ത് ചെയ്തെന്ന് പറഞ്ഞു കൊടുക്ക്. ഞാൻ പറയട്ടെ. അന്ന് ഞാൻ ആ മോതിരം വെക്കുമ്പോ എനിക്ക് കിട്ടിയത് 3,400 ഉറുപ്പിയാണ്. ഇപ്പൊ ആ മോതിരം വെക്കുകയാണെങ്കിൽ ഒരു 30,000 ഉറുപ്പികയിലും വരും അരപ്പവന്. ഇതാവും വരുമ്പോ കൊടുത്ത് അമ്മാവന്റെ അവിടെ കിടന്ന മോതിരം ഞാൻ എടുത്തതല്ല, എനിക്ക് തന്നതാ. കല്യാണത്തലേന്ന് നമ്മളെയൊക്കെ പറ്റിച്ചിട്ട് ഇവള് എൻ്റെ കൂടെ ഇറങ്ങി പോകുമ്പോൾ വളയും മോതിരമൊക്കെ അവിടെ അയച്ചു വെച്ചിരുന്നില്ലേ, അതിൻ്റെ കൂട്ടത്തിൽ ആ മോതിരം ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം അളിയൻ ആ മോതിരം എൻ്റെ അടുത്ത് തന്നിട്ട് പറഞ്ഞു അതാ ചെക്കൻ്റെ വീട്ടിൽ കൊണ്ടുകൊടുക്കാൻ. ഞങ്ങളുടെ മോള് ഇങ്ങനൊരു തെറ്റ് ചെയ്യുന്ന നിങ്ങൾ കരുതിയില്ല. എങ്ങനെ ക്ഷമ ചോദിക്കേണ്ടത് പോലും അറിയില്ല. നിശ്ചയത്തിന് നിങ്ങള് ഞങ്ങളുടെ കുട്ടിക്കാണെങ്കിൽ മോതിരാണിത്. അളിയൻ പറഞ്ഞു ഇതിവിടെ കൊണ്ട. സംഭവിച്ചെല്ലാം സംഭവിച്ചു. അവനും ആകെ വിഷമമായേ. അവരിപ്പോ നാട്ടുകാരെ കാണാൻ വയ്യാതെ എവിടെയോ പോയിരിക്കുകയാണ്. ഇനിയിപ്പോ ആ മോതിരത്തിന്റെ ആവശ്യമില്ല. അല്ല അത് അവന്റെ അമ്മ ആ വരുന്ന മരുമോക്ക് സ്നേഹപൂർവ്വം കൊടുക്കാൻ വേണ്ടി കരുതി വെച്ചിരുന്നതാ. അത് നടന്നില്ലല്ലോ. അപ്പോ ഇനി ഇതിന്റെ ആവശ്യമില്ല. ഞാൻ ഈ മോതിരം ഗിരിരാജൻ ഒരു കാര്യം ചെയ്യൂ. ഏതെങ്കിലും ഒരു പാവപ്പെട്ടവർക്ക് അവർക്കിത് ഉപകരിക്കുമെങ്കിൽ അവർക്കിത് കൊടുത്തേക്കൂ.
അങ്ങനെ ആ മോതിരായിട്ട് ഞാൻ തിരിച്ചു വരുമ്പോഴാണ് ഒരു പാവപ്പെട്ട കുടുംബത്തിനെ സഹായിക്കാൻ വേണ്ടി ഞാൻ ആ മോതിരം വിറ്റ് 3400 ഉറുപ്പ്യ കിട്ടി ഞാൻ കൊടുത്ത് അവരെ സഹായിക്കുകയും ചെയ്തു. അത് നിങ്ങളാരും അറിയണ്ട. അതിന് എന്നോട് അങ്ങോട്ട് മണ്ണായി പൊക്കോട്ടെ. എന്തായാലും ഇപ്പൊ കാര്യം നടന്നില്ലേ. പിന്നെ ഞാൻ ഈ മോതിരായിട്ട് അവൻ്റെ അച്ഛൻ്റെ അടുത്ത് ചെന്നതോ അവൻ്റെ അച്ഛൻ വാങ്ങാത്തതൊന്നും അവറിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം അവൻ ഈ കല്യാണം മുടങ്ങിയ വിഷമത്തിൽ അന്ന് തന്നെ നാട് വിട്ടതാണ്. എന്തായാലും കാര്യം നടക്കട്ടെ, അവനെ കൊടുത്തേക്ക്. നിനക്ക് സമാധാനാടേ ആയാ ഓ എന്തെങ്കിലും ഒരു സാധനം കാണാതെ ഉടനെ ഇഞ്ഞ് കൊട്ടിക്കൊള്ളണം എൻ്റെ നെഞ്ചത്തോട്ട് കേട്ടോ. ആ ഇടേ വണ്ടി അത് 18 ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട്. ആ ഡീസൽ 100% പ്രകൃതിദത്തവും ശാസ്ത്രീയവുമായി നിർമ്മിച്ച ഡോക്ടർ ഫുഡ് ന്യൂട്രി നാച്ചുറൽ ബനാന പൗഡർ നമ്മുടെ പൊന്നോമനകൾക്ക് നൽകാം പ്രകൃതിയുടെ രുചിയും സുരക്ഷിതത്വവും. ഡോക്ടർ ഫുഡ് ന്യൂട്രി ബനാന പൗഡർ ഫ്രം ദ ഹൗസ് ഓഫ് ഡോക്ടർ ഫുഡ്. എടേ മിനി കൂപ്പർ ആ അത് നമ്മളെ മറ്റേ ഡോക്ടർക്ക് ഒരു വണ്ടി വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാനതൊന്ന് ഡോക്ടറെ പിടിപ്പിക്കാൻ നോക്കണം. മറ്റേ ജോൺ ഡോക്ടറല്ലേ, ആ കൺട്രിമാൻ ആ വണ്ടിയാണ്. ആ മിച്ച കമ്മീഷനൊക്കെ നമുക്ക് മേടിക്കാം. ആ നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നിൽക്കണം. ഓ കച്ചവടം അതിന് നിന്നെ ഞാൻ പഠിപ്പിക്കണ്ടല്ലോ. ഓക്കെ ആ നമുക്ക് കിട്ടിയാൽ നമുക്ക് ഷെയർ ചെയ്യാം. ആ ഇവിടെ നിൽക്കുക. ആ ശരി. ഓ എടേ 3% തന്നെ അത് കമ്മീഷനുണ്ട്, അറിയാം. ശരി ഓക്കെ ഞാൻ വിളിക്കാം തന്നെ. ഉണയിക്കണ്ടേ? കഴിക്കാം. ഒരു ചെറിയ വണ്ടി കച്ചവടം. ഞാൻ അമ്മാവനെ കാണാൻ അങ്ങോട്ട് വരാതിരിക്കുന്നു. എന്തായാലും അമ്മ ഇങ്ങോട്ട് വന്നത് നന്നായി. ഇതല്ലേ ഞാൻ ഊണിൻ്റെ മുമ്പ് എന്തെങ്കിലും പരിപാടി ഉണ്ടോ വെച്ചിട്ട്? ഇല്ല അതല്ല, പരിപാടിയൊക്കെ വരട്ടെ. നേരത്തെ ഒരു ചെറിയ വിഷയം നമ്മളവിടെ സംസാരിച്ചല്ലോ. എന്ത്? മോതിരത്തിന്റെ കേസ് ഞാൻ പറഞ്ഞില്ലേ, അത് തീർന്നല്ലോ. അങ്ങനെ തീരൂല. അതല്ല, അമ്മാവനിപ്പം 30,000 രൂപ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു അത് അന്ന് അമ്മാവനെടുത്ത് ആ മോതിരം വിറ്റു, ഏതോ പാവത്തിനെ സഹായിച്ചു എന്ന് പറഞ്ഞു. ആ പാവം ആരാണെന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലടാ, അത് പോട്ടെ. അതിപ്പോ ഞാൻ വിട്ടടിക്കുക എന്തായാലും ആയിക്കോട്ടെ, ആ വിഷയം തീർന്നല്ലോ. പറഞ്ഞിട്ട് ഞാനോട് പറയില്ല, സത്യമായിട്ടും പറയില്ല. എനിക്ക് സംശയമുണ്ട്, അമ്മാവന് പണ്ട് കുറെ ചുറ്റിക്കളികളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടൊരു സംശയം. നീ ഏതെങ്കിലും എന്താ അറിയണ്ടേ, ഞാൻ അന്ന് ആ മോതിരം വിറ്റ് പുട്ടടിച്ചോ അതോ ആ പൈസ കൊണ്ട് പാവങ്ങൾ ആരെങ്കിലും സഹായിച്ചോ? അതൊക്കെ അറിയണല്ലേ? അറിയണം. ഇവിടെ 20 കൊല്ലം മുമ്പ് തങ്കത്തിന്റെ കല്യാണത്തിന്റെ തലേ ദിവസം നീ അവളെ അടിച്ചു മാറ്റിയത് കൊണ്ടല്ലേ ഈ മോതിരത്തിന്റെ പ്രശ്നം ഉണ്ടായത്? ആണോ? ആണല്ലോ. നീ അവളായിട്ട് ഒളിച്ചോടി പോയതിനു ശേഷം ഈ വീട്ടിലുണ്ടായ പുകല് മുഴുവൻ നിനക്കറിയാലോ. കനകൻ ഇവിടെ ഉണ്ടാക്കിയ പ്രശ്നം മുഴുവൻ നീ അറിയണല്ലേ. നിന്നെ കണ്ട കാല് തല്ലി മുറിക്കും, നിന്നെ അവളെ ഈ വീട്ടിൽ കയറരുത് എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയത് ഈ അറിഞ്ഞല്ലേ? കുറെ പറഞ്ഞ അല്ലേ? അത് കഴിഞ്ഞ അതല്ലല്ലോ ഇപ്പൊ വിഷയം. അല്ല, അന്ന് അത് പറഞ്ഞപ്പോ നീ എൻ്റെ അടുത്ത് വന്നിട്ട് എന്താ പറഞ്ഞത്? അമ്മാവ കനകളിയൊന്ന് ആറി തണുക്കട്ടെ, പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ട് ഞങ്ങൾ വരാം, അതിൻ്റെ മുമ്പ് എനിക്ക് അവൾക്കും കുറച്ച് ദിവസം ഒന്ന് മാറി നിൽക്കണം, എൻ്റെ കയ്യിൽ 10 പൈസയില്ല, അമ്മാവൻ എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ എന്ന് നീ ചോദിച്ചത് ഓർമ്മണ്ടോ? അന്ന് നിന്നെയും തങ്കത്തിനും ബസ് സ്റ്റോപ്പിൽ നിർത്തി ഇപ്പം വരാമെന്നും പറഞ്ഞ് ഞാൻ പോയത് ഓർമ്മണ്ടോ? പോയിട്ട് ഞാൻ തിരിച്ചു വന്നൊരു 3400 ഉറുപ്പ്യ നിന്റെ കയ്യിൽ തന്നത് ഓർമ്മണ്ടോ? നീ ഇവിടെയും കൊണ്ട് തൽക്കാലം ഒന്ന് മാറി നിൽക്ക്, എല്ലാം ഒന്ന് ശാന്തമാവുമ്പോൾ ഞാൻ വിളിക്കാന്ന് പറഞ്ഞത് ഓർമ്മണ്ടോ? ഞാനാണ് ഈ കാശ് തന്ന് സഹായിച്ചതെന്ന് കനകനോട് പറയരുത്, അവൻ എന്നെ ദേഷ്യപ്പെടും എന്ന് ഞാൻ പറഞ്ഞത് ഓർമ്മണ്ടോ? ഉണ്ടോ? അപ്പൊ ഞാൻ 3400 രൂപ നിന്റെ കയ്യിൽ തന്നതും നീ അവളെ കൊണ്ട് മാറി താമസിച്ചത് ഓർമ്മണ്ടോ? ആ 3400 രൂപ ഈ മോതിരം വിറ്റ് കിട്ടിയ പൈസ. ഇപ്പൊ മനസ്സിലായി? അന്ന് 3400 ഉറുപ്പ്യ നിനക്ക് തന്നതുകൊണ്ടാണ് ഇന്ന് ഞാൻ കനകന് 30,000 ഉറുപ്പ്യ കൊടുക്കേണ്ടി വന്നത്. പ്രശ്നമില്ല, നീ സംഭവമൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ആ 30,000 ഉറുപ്പ്യ എനിക്ക് തരണം. അതെ, ഇന്ന് തന്നെ തരണം. ആ